തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതായി പരാതി. മലയൻകീഴ് സ്വദേശി സുമയ്യയാണ് ദുരിതമനുഭവിക്കുന്നത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ ആദ്യഘട്ടത്തിൽ തുടർ ചികിത്സയ്ക്കായി പണം നൽകിയെങ്കിലും പിന്നീട് കൈയൊഴിഞ്ഞു. ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിചിത്രവാദം. 2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സുമയ്യ ചികിത്സ തേടിയത്. തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തുകളയുന്ന ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ രാജീവ് കുമാറാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നും നൽകാനായി സെൻട്രൽ ലൈൻ ഇട്ടു. ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത്. ചികിത്സാ പിഴവ് സംബന്ധിച്ചുകൊണ്ടുള്ള ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. രോഗിയുടെ ബന്ധുവിനോടാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ലൈൻ കിട്ടാത്ത ദിവസം അത് ഒരു റെക്കോർഡിൽ കാണുന്നു. പക്ഷേ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ്. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ വെച്ചോളൂ. വിദഗ്ധ ചികിത്സയ്ക്കായി ഡോക്ടർ തന്നെ പണം നൽകിയെന്നും ബന്ധു വെളിപ്പെടുത്തി. 2 പ്രാവശ്യമായി 6590 രൂപ നൽകിയെന്നാണ് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ. ശ്രീചിത്ര ആശുപത്രിയിലടക്കം സുമയ്യ തുടർ ചികിത്സ തേടി. എക്സ്റേ പരിശോധനയിൽ ഗൈഡ് വയർ ധമനിയോട് ഒട്ടിപ്പോയതായി കണ്ടെത്തി. ഇനി ശസ്ത്രക്രിയ നടത്തി ഇത് പുറത്തെടുക്കാനാവില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചത്. സംഭവത്തിൽ വിചിത്രവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ശസ്ത്രക്രിയ പിഴവ് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പരാതിയില്ലാതെ തന്നെ അന്വേഷണം നടത്തി. ഇനിയും പരാതി ലഭിച്ചാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.